ഇനി നമ്മൾ കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്കാണ് പോകുന്നത്. കൊല്ലം എന്നത് നേരത്തെ നമ്മൾ കണ്ണൂരിനെ കുറിച്ച് സംസാരിച്ചു. കണ്ണൂർ എന്നത് എപ്പോഴും രാഷ്ട്രീയമായി നിലപാടുകൾ, അതിപ്പോൾ ഇടതു വലതു പാർട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ജില്ലയാണ്. എങ്കിൽ കൊല്ലം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കാറുള്ള ജില്ലയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇടതു മനസ്സാണ് കൊല്ലം ജില്ലയ്ക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു UDF എന്നത് തള്ളിക്കളയാനാകില്ല. എന്തു തന്നെയാണെങ്കിലും കൊല്ലത്തിൻ്റെ ഒരു ചിത്രം ആണ് നമ്മൾ ഇത്തവണ വിശദമായി പരിശോധിക്കുന്നത്. അതായത് കൊല്ലത്ത് എങ്ങനെയാണ് പൊതുവെ രാഷ്ട്രീയ ചിത്രം, കൊല്ലത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും എന്ന ഒരു പൊതുചിത്രത്തിലേക്ക് പോകുമ്പോൾ ഈ തദ്ദേശ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. അതായത് ഇടതുമുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടം ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കോർപ്പറേഷനിൽ നേരിട്ട ഈ അപ്രതീക്ഷിതമായ തിരിച്ചടി അത് പിന്നീട് ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആവർത്തിക്കുമോ എന്നത് സംശയകരം ആകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ കൊല്ലം, കുണ്ടറ, ചവറ, ഇരവിപുരം, പത്തനാപുരം മണ്ഡലങ്ങളിൽ ആണ് കടുത്ത മത്സരം ഉണ്ടാകുവാനുള്ള സാധ്യത. ഒപ്പം നമ്മൾ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇടത് MLA കൂടിയായിരുന്ന ഐഷ പോറ്റിയുടെ കൂറുമാറ്റം. ഇപ്പോഴും ഐഷ പോറ്റിയുടെ കൂറുമാറ്റം ചർച്ച ചെയ്യപ്പെടുന്നു. BJPയുമായി ഐഷ പോറ്റി ചർച്ച നടത്തിയിരുന്നുവെന്ന് BJP അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ കോൺഗ്രസ്സുകാരിയായിരുന്ന രശ്മി BJPയിലേക്ക് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ആണ് ഒരു പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥിയായി അഖിൽമാരാർ വന്നേക്കുമെന്ന സാധ്യത തള്ളി ഇപ്പോൾ രശ്മിയുടെ പേര് സജീവമായി കേൾക്കുന്നത്. എങ്ങനെയാണ് ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വം KN ബാലഗോപാലിന് വെല്ലുവിളി ഉണ്ടാവുക എന്നതിൽ വ്യക്തതയില്ല. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് കൊല്ലം ജില്ലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ RSPക്ക് വേരോട്ടം ഉള്ള ജില്ല കൂടി ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ, NK പ്രേമചന്ദ്രൻ MP ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയൊക്കെയുണ്ട്. നമ്മൾ കൊല്ലത്തെക്കുറിച്ചാണ്, അതായത് കൊല്ലം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സാധ്യതകൾ, ഇടതു വലതു മുന്നണികളുടെ സാധ്യതകൾ എത്രത്തോളം, BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉയർത്തുവാനുള്ള ശേഷിയുണ്ടോ? കിരൺ ബാബുവാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. കിരൺ, കൊല്ലം പൊതുവെ ഇടതു മനസ്സാണ്. ഇത്തവണ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ ഉണ്ട്. സർക്കാരിൻ്റെ സാധാരണ നമുക്കറിയാമല്ലോ, ഒരു സർക്കാരിനെതിരായ വികാരം 5 കൊല്ലം കൂടുമ്പോഴാണെങ്കിൽ ഇതിപ്പോൾ 10 കൊല്ലമായിരിക്കുന്നു. ഇപ്പോഴും സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷം ആവർത്തിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം നിർണായകമാകുന്നു. അങ്ങനെ വിലയിരുത്തുമ്പോൾ കൊല്ലം പൊതുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, സംസ്ഥാനത്തെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇടത് മുന്നണിക്ക് ഭരണം നേടുന്നതിലും ഇടതു മുന്നണിയുടെ വലിയ വിജയത്തിലുമൊക്കെ എപ്പോഴും ഏറ്റവും നിർണായകമായ ജില്ലയാണ് കൊല്ലം ജില്ല. ഇടതു മുന്നണിക്ക് വലിയ വിജയം എല്ലാ തവണയും സമ്മാനിക്കുന്ന ഒരു ജില്ല തന്നെയാണ് കൊല്ലം ജില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് കനത്ത പരാജയം നേരിടുമ്പോഴും പ്രധാനപ്പെട്ട നേതാക്കളടക്കം പരാജയപ്പെടുമ്പോഴും കൊല്ലം ജില്ലയിലെ 11 സീറ്റുകളിൽ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കാൻ കഴിയുന്നത് ഇടതു മുന്നണിക്ക് തന്നെയാണ്. കഴിഞ്ഞ തവണയും 2 സീറ്റുകൾ മാത്രമാണ് കരുനാഗപ്പള്ളിയും അതോടൊപ്പം തന്നെ കുണ്ടറയും 2 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ടത്. ബാക്കി 9 സീറ്റുകളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചത്. 11-ൽ 9 എന്ന് പറയുന്നത് ഒരു വലിയ വിജയം തന്നെയാണ്. എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും അത് വലിയ വിജയം തന്നെയാണ്. അതിന് മുൻ വർഷത്തെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും ഒക്കെ എല്ലാ തവണയും 1-2 സീറ്റിനപ്പുറത്തേക്ക് UDFന് അടുത്ത കാലത്തൊന്നും കൊല്ലം ജില്ലയിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും LDFന്റെ ഉറച്ച കോട്ട തന്നെയാണ് കൊല്ലം ജില്ല. പക്ഷേ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷൻ അടക്കം പരമ്പരാഗതമായി ഇടതു കോട്ടയായിരുന്ന കൊല്ലം കോർപ്പറേഷൻ അടക്കം ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. കൊല്ലം ജില്ലാ പഞ്ചായത്തിലൊക്കെ ഭരണം കിട്ടുമ്പോഴും പല നിർണായകമായ സീറ്റുകളും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണിക്കുണ്ടായിരുന്ന ഒരു വലിയ ആധിപത്യത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ UDFും വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് ഇത്തവണ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് വെക്കുന്നത്. പല മണ്ഡലങ്ങളിലും കടുത്ത മത്സരത്തിലൂടെ UDFന് അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാലങ്ങളായി CPI വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ തവണയാണ് CR മഹേഷ് നേതൃത്വത്തിൽ CR മഹേഷ് വിജയിച്ചത്. CPIയുടെ പ്രഗത്ഭരായ നേതാക്കളൊക്കെയും മന്ത്രിമാരായിരുന്ന C ദിവാകരനായാലും അതിനു മുമ്പ് E ചന്ദ്രശേഖരനായാലും PS ശ്രീനിവാസൻ പോലെയുള്ള വലിയ നേതാക്കളൊക്കെ മത്സരിക്കുകയും തുടർച്ചയായി വിജയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണ നഷ്ടമായത്. മറ്റ് കുണ്ടറയിലെ അവസ്ഥ, കുണ്ടറയാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മറ്റൊന്ന്. J മേഴ്സിക്കുട്ടിയമ്മയാണ് പരാജയപ്പെടുത്തിയത്. PC വിഷ്ണുനാഥാണ് J മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തി കുണ്ടറയിൽ വിജയിച്ചത്. മറ്റൊന്ന് ചവറയായിരുന്നു. ചവറയിൽ നേരത്തെ RSP വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അവിടെയാണ് വിജയൻ പിള്ളയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സുജിത്ത് വിജയൻ പിള്ളയും വിജയിച്ച് അത് ഇടത് മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ചവറയൊക്കെ വീണ്ടും
കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. കൊല്ലം ജില്ലയുടെ ആകെ ഒരു ഇടതുമുന്നണി മത്സരിക്കുന്ന ഒരു സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ 11-ൽ 4 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. ഇരവിപുരം, കൊല്ലം, കൊട്ടാരക്കര, കുണ്ടറ ഇങ്ങനെ 4 സീറ്റുകളിലാണ്. CPI ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. CPI 4 സീറ്റുകളിൽ കരുനാഗപ്പള്ളി, ചടയമംഗലം, ചാത്തന്നൂർ, പുനലൂർ ഈ 4 സീറ്റുകൾ മത്സരിക്കുന്നത് CPI ആണ്. 3 സീറ്റുകൾ ഘടക കക്ഷികൾക്കാണ്. ഒന്ന് RSPക്കാണ്, അത് കോവൂർ കുഞ്ഞുമോനാണ് കുന്നത്തൂരിൽ മത്സരിക്കുന്നത്. മറ്റൊന്ന് ചവറയിലാണ്. ചവറയിൽ അത് CPMന്റെ തന്നെ അക്കൗണ്ടിൽ പെടുത്താവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സുജിത്ത് വിജയൻപിള്ളയാണ്. നേരത്തെ വിജയൻപിള്ളയായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പത്തനാപുരമാണ്. പത്തനാപുരത്ത് KV ഗണേഷ് കുമാറാണ് മത്സരിക്കുന്നത്. അത് കേരള കോൺഗ്രസ് ബിയുടേതാണ്. ഇങ്ങനെ 11-ൽ 4-4-3 എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള കണക്ക്. ഇപ്പോൾ എന്തായാലും ഈ സീറ്റുകൾ വീണ്ടും ഒരു ആധിപത്യം പുലർത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ ഇടതുമുന്നണിയുടെ പ്രാഥമികമായി പുറത്തു വന്ന സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ചാണെങ്കിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ചാണെങ്കിൽ കൊല്ലത്ത് നിന്ന് മുൻ സ്ഥാനാർത്ഥികൾക്കെല്ലാം M നൌഷാദ് അടക്കമുള്ള 2 തവണ പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥികൾക്കടക്കം വീണ്ടും ഇരവിപുരത്ത് M നൌഷാദിന്റെ പേര് തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ചവറയിൽ സുജിത്ത് വിജയൻപിള്ളയുടെ പേരാണ് ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊല്ലത്ത് S ജയമോഹൻ വരുന്നു. കൊല്ലത്ത് കഴിഞ്ഞ തവണ M മുകേഷ് ആയിരുന്നു. 2 തവണ M മുകേഷ് സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ്. MLA ആയതാണ്. M മുകേഷിനെതിരെ ഉയർന്ന നിരന്തരമായ ആരോപണങ്ങൾ. കഴിഞ്ഞ തവണ തന്നെ M മുകേഷിനെ മാറ്റണമെന്ന് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം വീണ്ടും M മുകേഷിന് സ്ഥാനാർത്ഥി നൽകണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി നൽകുകയും അദ്ദേഹം വിജയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് M മുകേഷിനെതിരെ വലിയ സ്ത്രീ ആരോപണങ്ങളൊക്കെ ഉയരുകയും പാർട്ടിക്ക് നാണക്കേടുണ്ടാകുന്ന തരത്തിലേക്ക് പലപ്പോഴും UDFനെതിരായി സമാന വിഷയത്തിലൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ മുകേഷിനെ കാണിച്ചാണ് UDF പ്രതിരോധിച്ചിരുന്നത്. മുകേഷിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ തീർച്ചയായും അവിടെ ഒരു കാര്യം കൂടി ഉള്ളത് കിരൺ, നമ്മൾ നേരത്തെ കണ്ണൂരിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ ഈ ടേം വ്യവസ്ഥ അടക്കമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ നൌഷാദ് വീണ്ടും മത്സരിക്കുമോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടതും സംസ്ഥാന നേതൃത്വം എന്നതാണല്ലോ. നൌഷാദിനുള്ള സാധ്യത അപ്പോഴും കൂടുതൽ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നൌഷാദിനുള്ള സാധ്യത കൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം ജില്ലയിലും അങ്ങനെയായിരുന്നു. കൊല്ലം ജില്ലയിലും ടേം വ്യവസ്ഥയിൽ ഏതെങ്കിലും തരത്തിൽ അവർ ഇളവ് നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ എടുത്തത്. പക്ഷേ കണ്ണൂരിൽ അങ്ങനെ ഇളവ് നൽകിക്കൊണ്ടുള്ള തീരുമാനമല്ല എടുത്തത്. അവിടെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ അങ്ങനെ ഒരു ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണ്ട എന്ന് തീരുമാനിച്ച് KK ശൈലജയായാലും AN ഷംസീറിനെ ആലും MV ഗോവിന്ദൻ്റെ വിഷയത്തിൽ അതങ്ങനെയല്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. ആ തരത്തിൽ അദ്ദേഹത്തെ അത് കണക്കാക്കിയത് ടേം വ്യവസ്ഥയെ അദ്ദേഹത്തെ കണക്കാക്കേണ്ടതില്ല. പക്ഷേ കൊല്ലം ജില്ലയിൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാം എന്നുള്ള നിലപാടിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ല എങ്ങനെയാണോ എല്ലാ സിറ്റിംഗ് MLA-മാർക്കും വീണ്ടും മത്സരിക്കാൻ 2 തവണ പൂർത്തിയാക്കിയ എല്ലാ സിറ്റിംഗ് MLA-മാർക്കും വീണ്ടും മത്സരിക്കാൻ അവരുടെ പേരുകൾ തന്നെ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്, അതുപോലെ തന്നെ കൊല്ലത്ത് M നൌഷാദിൻ്റെ പേര് വീണ്ടും നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു ആളുകളൊന്നും തന്നെ യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് 2 ടേം പൂർത്തിയാക്കിയവരല്ല. സുജിത്ത് വിജയൻപിള്ളയായാലും അത് പാർട്ടിയുടെ അക്കൗണ്ടിൽ അങ്ങനെ പാർട്ടി ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ സുജിത്ത് വിജയൻപിള്ളയ്ക്ക് ഈ ടേം വ്യവസ്ഥ ബാധകമാവുകയുമില്ല. മറ്റൊന്ന് ഇരവിപുരത്തെ M നൌഷാദിനായിരുന്നു ടേം വ്യവസ്ഥ ബാധകമാവേണ്ടിയിരുന്നത്. പക്ഷേ ഇരവിപുരം പോലെ ഒരു സീറ്റിൽ മത്സരത്തിൽ വിജയിക്കാൻ M നൌഷാദിനെ പോലെ ജനകീയനായ ഒരു നേതാവ് വേണം എന്നുള്ള കണക്കൂട്ടലിൽ തന്നെയാണ് M നൌഷാദിനെ വീണ്ടും അവിടെ തന്നെ മത്സരിപ്പിക്കാനുള്ള നിർദ്ദേശം വെക്കുന്നത്. കൊല്ലമാണ് മറ്റൊന്ന് ടേം വ്യവസ്ഥയിൽ 2 തവണ പൂർത്തിയാക്കിയത്. ഒന്ന് മുകേഷിൻ്റെ സീറ്റായിരുന്നു. അവിടെ പക്ഷേ ടേം വ്യവസ്ഥയിൽ പക്ഷേ നമ്മൾ ടേമിൻ്റെ അളവിലാണ് മുകേഷിനെ മാറ്റിയതെന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും മുകേഷിന് ഇത്തവണ സീറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. മുകേഷിൻ്റെ ഇപ്പോൾ തന്നെ പാർട്ടിക്ക് ഉണ്ടാക്കിയേക്കുന്ന ബാധ്യതകൾ അത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ പ്രതിച്ഛായയിൽ ഉണ്ടാക്കിയേക്കുന്ന നഷ്ടം അത്രത്തോളം വലുതാണ്. MLA എന്ന നിലയിലും അങ്ങനെ ഒരു മികച്ച പ്രവർത്തനമോ അല്ലെങ്കിൽ ശരാശരി പ്രവർത്തനമോ കാഴ്ചവെക്കാൻ മുകേഷിന് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലാണ്. ജില്ലാ സമ്മേളനത്തിലടക്കം മുകേഷിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. പലപ്പോഴും പാർട്ടി നേതാക്കളൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നത് മുതൽ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല, പരിപാടികൾ പങ്കെടുക്കുന്നില്ല തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മുകേഷിന് അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു സംരക്ഷണം ഉണ്ടായില്ല. അത് മുകേഷിന് അങ്ങനെ ടേം വ്യവസ്ഥയിലാണ് മാറ്റിയതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊന്ന് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ഇത് കഴിഞ്ഞ തവണയാണ് ആദ്യമായി മത്സരിക്കുന്നത്. അതിനു മുമ്പ് KN ബാലഗോപാൽ മത്സരിച്ചത് കൊല്ലത്ത് ലോക്സഭയിലേക്കാണ്. അതിനു മുമ്പ് പത്തനാപുരത്താണ് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ മത്സരിച്ച ബാലഗോപാലിന് 2ാം ടേം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ടേം വ്യവസ്ഥ അദ്ദേഹത്തിന് ബാധകമാകുന്നില്ല. മറ്റൊന്ന് കുണ്ടറയാണ്. കുണ്ടറ CPM പരാജയപ്പെട്ട മണ്ഡലമാണ്. കഴിഞ്ഞ തവണ J മേഴ്സിക്കുട്ടിയമ്മയാണ് PC വിശ്വനാഥനോട് പരാജയപ്പെട്ടത്. അവിടെ കുണ്ടറയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ കൊല്ലത്ത് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥിയായി വരാറുണ്ട്. അത് കുണ്ടറയിലാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. അത് കുണ്ടറയിൽ നൽകിയിരിക്കുന്നത് SL സജീവകുമാറിനാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് കുണ്ടറയിൽ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയായി PC വിഷ്ണുനാഥ് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പാണ്. PC വിഷ്ണുനാഥിന് എതിരാളിയായി SL സജീവ്കുമാറിന്റെ പേരാണ് ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് നൌഷാദിന് ഇളവ് നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന നിലയ്ക്ക് പറയാനുള്ളത്. മുകേഷിനെ സംബന്ധിച്ച് ഇളവ് നൽകുമെന്നുള്ള കാര്യത്തിലായിരുന്നു ചെറിയ ആശങ്കയെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂരിനെ പോലെ ഒരു അവസ്ഥയായിരുന്നു കൊല്ലം ജില്ല പാലിച്ചെങ്കിൽ കൊല്ലത്ത് നൌഷാദിന്റെ പേര് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകുമായിരുന്നില്ല. പക്ഷേ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങനെയല്ല, കണ്ണൂരിൽ എടുത്ത നിലപാടല്ല കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത് ആ നിലപാടല്ല. അവർ അങ്ങനെ ടേം അവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ട് തന്നെ ജയിക്കുന്ന സ്ഥാനാർത്ഥി ആര് അവരെ വീണ്ടും അവസരം നൽകുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മറ്റ് ആളുകൾക്കാർക്കും മുകേഷിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ടേം അവസ്ഥയൊന്നുമല്ല, മുകേഷിനെ മാറ്റുന്നതിന് മറ്റ് കാരണങ്ങൾ പലതുണ്ട്. മറ്റ് CPM-ന്റെ MLA-മാരിൽ ആർക്കും അങ്ങനെ KN ബാലഗോപാലിനെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും മാറ്റേണ്ട ഒരു ടേം അവസ്ഥയിൽ ബാധകമാകുന്നില്ല. അദ്ദേഹം ഒരു തവണ മാത്രമാണ് MLA ആയി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് നൽകാനുള്ള ധാരണ തന്നെയാണ്. കൊല്ലത്ത് ഈ സീറ്റിൽ അങ്ങനെ കാര്യമായി കണ്ണൂരിലെയൊക്കെ സീറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഈ കാര്യത്തിലൊക്കെ ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. ഇതുവരെ പുറത്തു വന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൊല്ലം ജില്ലയിൽ അങ്ങനെ ഒരു കാര്യമായ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. കൊല്ലം ജില്ലയിലേക്ക് കൊല്ലം മണ്ഡലമാണ് CPM-ന്റെ പരമ്പരാഗതമായി തന്നെ CPM വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. PK ഗുരുദാസനൊക്കെ ദീർഘകാലം വലിയ ഭൂരിപക്ഷത്തോടു കൂടി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ CPM-ന്റെ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി കൂടിയായ S ജയമോഹൻ അവിടുത്തെ സാമുദായിക സമവാക്യം കൂടി പരിഗണിച്ചാണ് S ജയമോഹനെ മത്സരിപ്പിക്കുന്നത്. പാർട്ടി എല്ലാ കാലത്തും മത്സരിപ്പിക്കാൻ കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്ന നേതാക്കളുടെ സാമുദായിക സമവാക്യമൊക്കെ പലപ്പോഴും നോക്കാറുണ്ട്. ആ തരത്തിൽ തന്നെയാണ് കൊല്ലത്ത് നിന്ന് S ജയമോഹന്റെ പേര് കൂടി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. ഇതിൽ അല്പമെങ്കിലും ഒരു പുതിയ പേര് അല്ലെങ്കിൽ ഒരു കൗതുകമുള്ള പേര് എന്ന് പറയാവുന്നത് കുണ്ടറയിലാണ്. കുണ്ടറയിൽ VC വിഷ്ണുനാഥിനെ പോലെ ഒരു നേതാവിനെ കുണ്ടറ നേരത്തെ CPM-ന്റെ ശക്തമായ മണ്ഡലമായിരുന്നു. MA ബേബിയെ പോലെ ഒരാൾ വിജയിച്ച അല്ലെങ്കിൽ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് കുണ്ടറ. JB മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്ന JB മേഴ്സിക്കുട്ടിയമ്മ വിജയിച്ച മണ്ഡലമാണ് കുണ്ടറ. അങ്ങനെ ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ PC വിഷ്ണുനാഥ് പിടിച്ചെടുത്തപ്പോൾ ഇത്തവണ ചിലപ്പോൾ PC വിഷ്ണുനാഥിനെ വീഴ്ത്താൻ വേണ്ടി ശക്തനായ ഒരു എതിരാളിയെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രാദേശികമായ നേതാവിന് കൂടുതൽ ശക്തി നേടാമെന്നുള്ളതുകൊണ്ട് അതും സാമുദായിക ചില സമവാക്യങ്ങളിൽ അത് PC വിഷ്ണുനാഥിനെതിരായ വികാരമായി മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പാർട്ടി കണക്കുകൂട്ടിയിട്ടുണ്ടാവും. എന്തായാലും കുണ്ടറയിൽ നിന്നുള്ള ഒരു നേതാവിനെയാണ് ഇത്തവണ അവിടെ കുണ്ടറയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനപ്പുറത്തേക്ക് കണ്ണൂരിലെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെ പോലെയോ അങ്ങനെ വലിയൊരു രാഷ്ട്രീയ കൗതുകത്തിനൊന്നും കൊല്ലം ജില്ലയിലെ ഈ ജില്ലാ സെക്രട്ടറിൻ്റെതായി പുറത്തു വന്ന പേരുകളിൽ അതാണ്. അതായത് കൊല്ലം എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എപ്പോഴും ചുവക്കുന്ന ജില്ല എന്ന് തന്നെ പറയാം. അവിടെ CPM-നും CPI-ക്കും ഒരുപോലെ വേരോട്ടമുണ്ട്. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ 4 സീറ്റുകളിൽ ഇരുവരും മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയുള്ള കൊല്ലത്ത് ഇത്തവണ ചില സ്ഥാനാർത്ഥികളുടെ പേരുകളിൽ മാറ്റമുണ്ട്. മുകേഷിന്റെ പേരാണ് അതിൽ എടുത്തു പറയേണ്ടത്. KN ബാലഗോപാൽ ആ മണ്ഡലത്തിൽ ധനമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും പോലും അവിടെ എതിരാളിയായി വരാൻ പോകുന്നത് ഐഷ പോറ്റിയാണ് എന്നതുകൂടിയാണ്. കൊല്ലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ച മണ്ഡലമാണ്. ഇത്തവണ കൊല്ലം ആരോടൊപ്പം നിൽക്കും, ആർക്കാണ് കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്, എന്താണ് കൊല്ലത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അതാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.